drugs for hypertension, angina and heart disease. AC inhibitor ഉണ്ട്, enalapril, ramipril. ഇൻഹിബിറ്റ് ആൻജിയോ കൺവേർട്ടൈസിങ് എൻസൈം ഇൻഹിബിറ്ററാണ്. അങ്ങനെ വരുമ്പോൾ ആൻജിയോടെൻസിൻ 2 കുറയ്ക്കും, വാസോ കൺസ്ട്രക്ഷൻ കുറയ്ക്കും, ആർട്ടറിലൂടെ അങ്ങനെ കുറയ്ക്കും. പക്ഷേ സൈഡ് എഫക്റ്റ് ഉണ്ട് AC ഇൻഹിബിറ്ററിൻ്റെ. ചുമ, ബ്രാഡിക്കൈനിൻ, അതുപോലെ തന്നെ പൊട്ടാസ്യം കൂടുതൽ, ഹൈപ്പർ കലീമിയ ആൻഡ് ആൻജിയോ എഡീമയും ഹൈപ്പർ കലീമിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് AC ഇൻഹിബിറ്ററിന്. ARBO, ലോസാർട്ടാൻ, വാൽസാർട്ടാൻ ബ്ലോക്ക് ആൻജിയോടെൻസിൻ 2 റിസപ്റ്റേഴ്സ്. ആൻജിയോടെൻസിൻ 2 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യും, വാസോ കൺസ്ട്രക്ഷൻ്റെ ആർട്ടറിലോട് കുറയ്ക്കും. ചുമയുണ്ടാവില്ല, ഹൈപ്പർ കലീമിയ, പൊട്ടാസ്യം കൂടും എന്നുള്ളതൊരു സൈഡ് എഫക്റ്റാണ് റയർ ആൻജിയോഡിമ. ബീറ്റാ ബ്ലോക്കറിൻ്റെയോ മിറ്റോപ്രലോൾ, അറ്റനോൾ ബ്ലോക്ക് ബീറ്റ-1 റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നു, ഹാർട്ട് റേറ്റ് കുറയുന്നു, മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ് കുറയുന്നു, ഫറ്റീഗ്, ക്ഷീണം, ബ്രാഡിക്കാർഡിയ. അതുപോലെ തന്നെ ആസ്മയുള്ളവർക്ക് ബീറ്റാ ബ്ലോക്കർ കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ബീറ്റാ ബ്ലോക്കേഴ്സ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ബ്രോങ്കിയൽ ആസ്മ കേസസ്. കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ഡൈഹൈഡ്രോപെരിഡിൻ, അമിലോഡിപൈൻ, നെഫ്രിഡിപൈൻ ബ്ലോക്ക് L ടൈപ്പ് കാൽസ്യം ചാനൽസ് ഇൻ ദ സെൽസ്, വാസോഡൈലേഷൻ, അങ്ങനെ BP കുറയും. പെരിഫറൽ എഡിമ, അതുപോലെ തന്നെ റിഫ്ലെക്സ്, ടാക്കിക്കാർഡിയ. പെരിഫറൽ എഡിമ, കാലിലൊക്കെ നീര് വരും, അതുപോലെ തന്നെ റിഫ്ലെക്സ്, ടാക്കിക്കാർഡിയ, ഹാർട്ട് റേറ്റ് പെട്ടെന്ന് അങ്ങ് കൂടും. ഇനി കാൽസ്യം ചാനൽ ഇൻഹിബിറ്റർ നോൺ ഡൈഹൈഡ്രോപെരിഡീൻസ്, വെറപ്പാമിൽ ആൻഡ് ഡിൽറ്റിയാസം ബ്ലോക്ക് L ടൈപ്പ് കാൽസ്യം ചാനൽസ് ഇൻ ഹാർട്ട്. അങ്ങനെ വരുമ്പോൾ ഹാർട്ട് റേറ്റ് കുറയും, മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ് കുറയും, ബ്രാഡിക്കാർഡിയ, ഹാർട്ട് റേറ്റ് കുറയും. കോൺസ്റ്റിപ്പേഷൻ, വീരപ്പാമിലിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് കോൺസ്റ്റിപ്പേഷൻ. വേരപ്പാമിലിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് കോൺസ്റ്റിപ്പേഷൻ, ബ്രാഡിക്കാർഡിയ, വേരപ്പാമിൽ, ഡെൽറ്റിയാസം. പിന്നെ നൈട്രോഗ്ലൈസറിൻ, ഐസോസോർബൈഡ് മോണോനൈട്രേറ്റ്. അങ്ങനെ വരുമ്പോൾ നൈട്രിക് ഓക്സൈഡ് ഇവിടെ കൂടുന്നു. സൈക്ലിക് GMP, വാസോഡൈലേഷൻ കുറയുന്നു, പ്രീലോഡ് കുറയുന്നു, ഹെഡേക്ക്, തലവേദന, BP കുറയുന്നു, ടോളറൻസ് വിത്ത് പ്രൊലോങ്ഡ് യൂസ്. ഡയൂററ്റിക്, ഗ്രൂപ്പ് ഡയൂററ്റിക് ഉണ്ട്, ഫ്യൂറോസമൈഡ്. അത് സോഡിയം പൊട്ടാസ്യം 2 ക്ലോറൈഡ് ചാനൽ 2-ഫെനൈൽ അത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഡയൂറസൈസിസ് നടക്കുന്നു, പൾമണറി കൺജഷൻ കുറയുന്നു, ഹൈപ്പോകലീമിയ, അതുപോലെ തന്നെ പൊട്ടാസ്യം കുറയുന്നു, കാൽസ്യം കുറയുന്നു, ഹൈപ്പർ കാൽസ്യൂറിയ, റീനൽ സ്റ്റോൺസ്, ഓക്ടോടോക്സിസിറ്റി ഒക്കെ സൈഡ് എഫക്റ്റാണ്. ഇനി ഡയൂററ്റിക് തയസൈഡ്, ഹൈഡ്രോക്ലോറോ തയസൈഡ് ഇൻഹിബിറ്റ് സോഡിയം ക്ലോറൈഡ് റീഅബ്സോർപ്ഷൻ ഓഫ് DCT. ഡയൂറസിസ് നടക്കുന്നു, BP കുറയുന്നു, പൊട്ടാസ്യം കുറയുന്നു, കാൽസ്യം കൂടുന്നു. ഇവിടെ തയസൈഡ് ഡയൂററ്റിക്കിൽ കാൽസ്യം കൂടും, യൂറിക് ആസിഡ്, ഹൈപ്പർ യൂറീസീമിയാണ്. മറ്റടുത്ത് കാൽസ്യം കുറയുന്നു, ഹൈപ്പർ കാൽസ്യൂറിയ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ഏജൻറ്റ് ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ ആൻറ്റി ആസ്പിരിൻ, ക്ലോപ്പിഡോ ഇൻഹിബിറ്റ് പ്ലാറ്റ്ലേറ്റ് അഗ്രിഗേഷൻ. അങ്ങനെ വരുമ്പോൾ ത്രോംബസ് കുറയുന്നു, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് കൂടുന്നു. സ്റ്റാറ്റിൻ, അറ്റോർവാസ്റ്റാറ്റിൻ, റോസുവാസ്റ്റാറ്റിൻ, മയോപ്പതി ഉണ്ടാകുന്നു, മസിൽസിന്, ലിവർ എൻസൈം എലിവേഷനൊക്കെ സൈഡ് എഫക്റ്റാണ്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇൻഹിബിറ്റ് HMGA കോയ റിഡക്റ്റേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ കുറയുന്നു, പ്ലേക്ക് സ്റ്റെബിലൈസേഷൻ. അടുത്തതാണ് ഐവാബ്രാഡിൻ, ഇൻഹിബിറ്റീവ് ചാനൽസ് ഇൻ സോഡിയം. എസ്സൈനോട് ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നു വിത്തൗട്ട് അഫക്റ്റിംഗ് കോൺട്രാക്റ്റിലിറ്റി. ബ്രാഡിക്കാർഡിയ, വിഷ്വൽ ഡിസ്റ്റർബൻസസും ഒക്കെ സൈഡ് എഫക്റ്റ് ആവുന്നു. ഫോസ്ഫീൻ, റാനാലോസിൻ, അതുപോലെ ഇൻഹിബിറ്റ് സോഡിയം കറണ്ട്. ഓക്സിജൻ കൺസപ്ഷൻ കുറയുന്നു, QT പ്രൊലോങ്ങേഷൻ ആൻഡ് ഡെസിനസ് ഉണ്ടാകുന്നു. SGLT2 ഇൻഹിബിറ്റർ, എംപാഗ്ലൈഫ്ലോസിൻ, ഡാപ്പാഗ്ലൈഫ്ലോസിൻ. ഇത് ഗ്ലൂക്കോസിൻ്റെ എക്സ്ക്രീഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ പ്രീലോഡും ആഫ്റ്റർലോഡും ഒക്കെ കുറയുന്നു. ഹാർട്ട് ഫെയിലിയർ ബെനിഫിറ്റാണ് SGLT2 ഇൻഹിബിറ്റർ. യൂഗ്ലൈസിമിക് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കീറ്റോഅസിഡോസിസ്. ഡിജിറ്റാലിസ, കാർഡിയാക് ഗ്ലൈക്കോസൈഡ്, ഡിജോക്സിൻ. അങ്ങനെ വരുമ്പോൾ സോഡിയം പൊട്ടാസ്യം ATPSനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. കാൽസ്യം, ഇൻട്രാസെല്ലുലാർ കാൽസ്യം കോൺട്രാക്റ്റിലിറ്റി കൂടുന്നു. നോസിയ, ഛർദ്ദിക്കാൻ, അരിത്മിയ, വിഷ്വൽ ഡിസ്റ്റർബൻസസ്.
ആൻറ്റികോയാഗുലൻ്റ് വാർഫാരിൻ, റിവറോക്സ്ബാൻ, ക്ലോട്ടിംഗ് ഫാക്ടർ കുറയുന്നു, ത്രോംബോസിസ് റെസ്പോണ്ട് ആവുന്നു, എക്സാമിനേറ്റീവ് ഡിഫൈൻ ത്രോംബോസിസ്, ബ്ലീഡിംഗ്, നീഡ് ഫോർ INR മോണിറ്ററിംഗ്, കാൽസിഫൈലാക്സിസ്. താങ്ക് യു.